കുറുവ മോഷണ സംഘം വീണ്ടും ആലപ്പുഴയിൽ. വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. രണ്ടിടത്ത് മോഷണ ശ്രമം. കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ കുറുവ മോഷണ സംഘം ആലപ്പുഴ ജില്ലയിൽ വീണ്ടും എത്തിയതായി സ്ഥിരീകരണം. ആലപ്പുഴ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലാണ് കുറുവ മോഷണ സംഘം എത്തിയത്. ആലപ്പുഴയിൽ കോമളപുരത്ത് സംഘം ഇന്നലെ വീടുകളിൽ കവർച്ച നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി കോമളപുരം സ്പിന്നിംഗ് മില്ലിന് സമീപത്തുള്ള 3ഓളം വീടുകളിലാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ കോമളപുരത്തെത്തിയ സംഘം പുലർച്ചെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന ശേഷം വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല കവർന്നു. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ താമസക്കാരനായ കുഞ്ഞുമോന്റെ ഭാര്യയുടെ മാലയാണ് സംഘം മോഷ്ടിച്ചത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. ഇതിനു പുറമെ പ്രദേശത്ത് 3 വീടുകളിലായി മോഷണ ശ്രമം നടന്നതായി പറയുന്നു. ഈ ഭാഗത്ത് നേരത്തെയും കുറുവ സംഘം എത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 30-ന് ആലപ്പുഴയിലെ നേതാജി ജംഗ്ഷനിൽ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് മേഖലയിലെ നാട്ടുകാരും പോലീസും രാത്രി പെട്രോളിംഗും മറ്റും നടത്തി കുറച്ചു ദിവസം ജാഗരൂകരായതോടെ സംഘം തിരിച്ചുപോയിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത്. എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ കുറുവ സംഘം ആലപ്പുഴയിൽ തന്നെ തമ്പടിച്ചിട്ടുള്ളതായാണ് സൂചിപ്പിക്കുന്നത്. ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. കുറുവ സംഘത്തിന് കേരളത്തിൽ പ്രിയമുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴയെന്നാണ് പൊതുവെ കരുതുന്നത്. സംഭവത്തിന്റെ ഭാഗമായി മണ്ണഞ്ചേരിയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുറുവ സംഘം എത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന കുറുവ സംഘം രാത്രിയാണ് മോഷണത്തിനിറങ്ങുക. എതിർത്താൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം. കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ്. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയും ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട്. പുറത്തിറക്കുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് കയറും.